പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിന്റെ വലത്ത് ചെവിയിൽ വാങ്ക് വിളിക്കുകയും ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് വിളിക്കുകയും ചെയ്യണം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞ് പ്രസവിക്കപ്പെട്ട ഉടനെ ആദ്യം കേൾക്കേണ്ടത് അതാണ്. ആദ്യമായി അല്ലാഹ് എന്നു കേൾക്കണം. ആ കേൾക്കുന്നവരിൽ മാത്രമാണ് ധാർമ്മിക ബോധവും അച്ചടക്കവും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയും നിലനിൽക്കുക. സഹോദരന്മാരെ, എന്റെ പ്രായമുള്ള ആളുകൾ, എനിക്ക് എത്ര പ്രായമുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. എന്റെ പ്രായത്തിലുള്ള ആളുകൾ ആരും തന്നെ എന്ന പക്വതയുള്ള ദിക്റ് ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, ഖുർആൻ ഓതുന്ന, മാലയോതുന്ന, നല്ലത് ഉരുവിടുന്ന കുറെ സഹോദരിമാർ ആയിരിക്കും. കുറെ സഹോദരിമാർ ദിക്റ് ചൊല്ലും, ദുആഉൽ ഖർബ് ചൊല്ലും, മാല ചൊല്ലും, സ്വലാത്ത് ചൊല്ലും. അങ്ങനെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ പ്രസവിക്കപ്പെട്ടവരാണ് എന്റെ പ്രായത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും. നമ്മുടെ ഉമ്മമാരൊക്കെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രായത്തിലുള്ള ആളുകൾക്കൊക്കെ അല്പം ബോധവും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയും ഉണ്ടാകുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾ നല്ലവരാവണം, അവർ ദീനീ ബോധമുള്ളവരാവണം, സമൂഹത്തിനും കുടുംബത്തിനും ഉപകരിക്കുന്നവരായി തീരണം എന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാ മാതാപിതാക്കളും. മക്കൾ മോശമാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാതാവോ പിതാവോ ഇല്ല. മക്കൾ നന്നായി തീരുന്നതിന് വേണ്ടി ഏത് ത്യാഗവും സഹിക്കുന്നവരാണ് മാതാപിതാക്കൾ. കല്യാണം കഴിഞ്ഞ് 5-8 വർഷം കഴിഞ്ഞിട്ടൊരു പിഞ്ചോമന കുഞ്ഞിന്റെ കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാതെ മക്കളില്ലാത്തതിന്റെ പേരിൽ സങ്കടപ്പെടുന്ന ധാരാളം ഉമ്മമാരും ഉപ്പമാരും ഉണ്ട്. സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അവരെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കുഞ്ഞ് പിറന്നു കാണലാണ്. 18 വയസ്സ് പ്രായമായ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി കല്യാണം കഴിച്ച് 1-2 വർഷം കഴിയുമ്പോൾ ആ പെൺകുട്ടിക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും, അല്ലാഹ് എങ്ങനെയാണ് ഈ ഗർഭം ധരിക്കൽ, എങ്ങനെ ആയിരിക്കും ഈ പ്രസവിക്കൽ, എങ്ങനെ ആയിരിക്കും ഈ കുഞ്ഞിന് മുലയൂട്ടൽ, എങ്ങനെയായിരിക്കും ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ട് 10 മാസം തികയൽ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ആ പെൺകുട്ടിക്ക് താല്പര്യമുണ്ടാകും. അങ്ങനെ 1-2 കൊല്ലമൊക്കെ അത് ക്ഷമിച്ചും സഹിച്ചും നിൽക്കും. പിന്നീട് അത് സങ്കടങ്ങളായി, വേദനകളായി പല വഴികളും അവർ തേടുകയാണ്. ഉസ്താദുമാരോട് ദുആ ചെയ്യിപ്പിക്കും, മഖ്ബറകളിൽ ചെന്നുകൊണ്ട് ദുആ ചെയ്യും, നല്ല നല്ല സൽക്കർമ്മങ്ങൾ നേർച്ചയാക്കി ചെയ്യും. അതൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു നമ്മുടെ മക്കളെ ഒക്കെ നല്ലവരാക്കി തരട്ടെ. ആമീൻ പറയാനുള്ള തൗഫീഖ് നൽകട്ടെ. എവിടെ സാധാരണ ആർക്കല്ലേ എനിക്കറിയില്ല, അങ്ങനെ ആമീൻ പറഞ്ഞ് കാണില്ല. അപ്പൊ എനിക്കൊരു സംശയമാണ്, അങ്ങനെ പരിപാടിയില്ലേ സഹോദരന്മാരെ? എന്നാൽ 8-10 വർഷമൊക്കെ കഴിഞ്ഞിട്ടൊരു ഒരു കുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞിനോട് എന്തൊരു വാത്സല്യമായിരിക്കും, എന്തൊരു സ്നേഹമായിരിക്കും. ആ കുഞ്ഞിനെ ഏത് രൂപത്തിലാണ് മാതാപിതാക്കൾ വളർത്തുന്നത്? ഒരിക്കൽ പോലും ആ കുഞ്ഞുമായി വിട്ടുപിരിഞ്ഞു നിൽക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കുകയില്ല.
എങ്കിലും 5 വയസ്സോ 6 വയസ്സോ ആകുമ്പോഴേക്ക് ആ കുഞ്ഞിനെ പള്ളിക്കൂടത്തിലോ മറ്റു ദീനീ സ്ഥാപനങ്ങളിലോ കൊണ്ടുപോയി ചേർത്തുകയാണ്. എന്തിനാണ്? ആ കുഞ്ഞ് പഠിക്കണം, വളരണം, ഉയരണം. അതിനുവേണ്ടി എന്തു ത്യാഗം സഹിക്കാനും മാതാപിതാക്കൾ സന്നദ്ധരാണ്. മാസങ്ങളോളം തന്നെ വിട്ടുപിരിയേണ്ടി വന്നാലും മാസത്തിൽ 1-2 ദിവസം മാത്രമാണ് കുഞ്ഞിന് ലീവ് കിട്ടുന്നത്. എങ്കിലും ആ കുഞ്ഞിനെ വിദൂര സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുവാൻ ആ കുഞ്ഞിന്റെ ഉമ്മയും ഉപ്പയും സന്നദ്ധരാണ്. എന്താ കാരണം? മക്കള് പഠിക്കണം, വളരണം, നന്നാവണം. ഈ ഒരൊറ്റ ചിന്തയാണ്. ഈ ചിന്തയോടുകൂടിയാണ് മാതാപിതാക്കൾ ജീവിക്കുന്നത്. അതിനനുസരിച്ചാണ് അവരെ യാത്രകൾ ഷെഡ്യൂൾ ശരിയാക്കുന്നത്. അവരെ എല്ലാ പരിപാടികളും അത് നോക്കിയിട്ടാണ് ആസൂത്രണം ചെയ്യുന്നത്. കാരണം അവനവന്റെ മക്കളൊന്ന് നന്നായി കാണണമെന്ന് ആഗ്രഹിക്കാത്ത ഉമ്മയില്ല, ഉപ്പയില്ല. ഇങ്ങനെയൊക്കെ ത്യാഗം സഹിച്ചുകൊണ്ട് അവനവന്റെ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് ഒട്ടുമിക്ക മക്കളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണം അല്ലെങ്കിൽ മക്കളിൽ നിന്ന് ലഭിക്കുന്ന ഫലം വിപരീതമാണ്. ഭൗതികം പഠിപ്പിച്ച മക്കൾ മാത്രമല്ല, ആത്മീയമായി പഠിപ്പിക്കപ്പെട്ട മക്കളിൽ നിന്ന് വരെ പലപ്പോഴും മാതാപിതാക്കൾക്ക് കിട്ടുന്നത് അവർ പ്രതീക്ഷിച്ചതിന്റെ വിപരീതമാണ്. അനുസരിക്കാത്ത മക്കളാണ്. അതേ, ശരിക്കും നല്ല ദീനീ വിജ്ഞാനം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള, ബിരുദവും ബിരുദാനന്തരവും പഠിച്ചു നേടിയിട്ടുള്ള, ഉന്നത കലാലയങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള, വലിയ വലിയ ഉസ്താദുമാരെ ശിഷ്യന്മാരായിട്ടുള്ള മക്കളിൽ നിന്ന് വരെ പ്രയാസങ്ങൾ നേരിടുന്ന ഉമ്മമാരുണ്ട്, പ്രയാസങ്ങൾ നേരിടുന്ന ഉപ്പമാരുണ്ട്, പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ഫലം ചെയ്യുന്ന മക്കളുണ്ട്. എന്തേ ഈ മക്കൾക്കൊക്കെ ഈ വിപരീത ഫലമായത്? ദീന് പഠിച്ച മക്കളിൽ നിന്ന് എന്താണ് മാതാപിതാക്കൾക്ക് അനിഷ്ടമായ സ്വഭാവങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്? എന്താണ് ഈ വിജ്ഞാനം കൊണ്ട് മക്കൾ നേടാതിരുന്നത്? എന്തേ ഈ മക്കളെ കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നത്? എന്തേ ധാർമ്മിക ബോധമില്ലാത്ത മക്കൾ പിറന്നത്? കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഉമ്മയെ കുറിച്ചാണ് പ്രസംഗിച്ചതെന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. മോനെ, അതിനൊരു കാരണമുണ്ട്. അതൊറ്റ വാക്കിൽ പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. ഒരു മനുഷ്യൻ നന്നാവണമോ? ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് ബോധമുണ്ടാവണമോ? അതേ, സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും ന്യായത്തിനും വില കൽപ്പിക്കുന്ന നല്ലവരായ മക്കളും നല്ലവരായ മനുഷ്യരും ഉണ്ടാവണമോ? അവർ ഈ ദുനിയാവിലേക്ക് പ്രസവിക്കപ്പെട്ട സമയത്ത് ആദ്യം കേൾക്കേണ്ടിയിരുന്നത് ഇന്ന് ഒട്ടുമിക്ക മക്കളും കേൾക്കുന്നത് അങ്ങനെയല്ല. അല്ലാ എന്ന് കേട്ട് പ്രസവിക്കപ്പെടുന്നില്ല. മോനെ, നിനക്കറിയുമോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ടുപോയി ഏതെങ്കിലും ഹോസ്പിറ്റലിലെ ലേബർ റൂമിലേക്ക് കൊണ്ടുകിടത്തിയാൽ സുബ്ഹാനല്ലാഹ്, ഈ ചെറുപ്പക്കാര് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഓർത്തിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന ഉമ്മമാരോട് ചോദിക്കുക, നിങ്ങളെ ഭാര്യമാരോട് ചോദിക്കുക, നിങ്ങളെ സഹോദരിമാരോട് ചോദിക്കുക. 8ഉം 10ഉം നൊമ്പലം പിടിച്ചു വേദന കൊണ്ട് പിടയുന്ന സഹോദരിമാരെ ഒരു നൂല് പോലുമില്ലാതെ ഇങ്ങനെ വരിക്കിടത്തിയിരിക്കുകയാണ്. അവര് പലതും വിളിച്ചു പറയുകയാണ്, അവര് ആർത്ത് കരയുകയാണ്. അതിലൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നടക്കുന്ന നഴ്സുകളുണ്ട്, ഡോക്ടർമാരുണ്ട്. അവർക്കതൊരു പുത്തിരിയല്ല, അവർക്കതൊരു വിഷയമല്ല.
അങ്ങനെ 8-10 സ്ത്രീകൾ ഇങ്ങനെ നൊമ്പലം പിടിപെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ, വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഏതോ ഒരു പെണ്ണങ്ങ് പ്രസവിക്കപ്പെട്ടാൽ, പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ എടുത്തിട്ട് ആ കുഞ്ഞ് 2 കാലും തൂക്കി പിടിച്ചിട്ട് തൊട്ടടുത്തുള്ള ബേസിലോ സമാനമായ സ്ഥലത്തോ കൊണ്ടുപോയിട്ടിടുകയാണ്. അപ്പോഴേക്ക് കേൾക്കേണ്ടതെല്ലാം കേട്ടുപോയി. എത്രയോ ശബ്ദങ്ങൾ കേട്ടുപോയി, പലതും കേട്ടുപോയി. അല്ലാഹ്, മണിക്കൂറുകൾക്ക് ശേഷം വേറെ ആരോ വന്നുകൊണ്ട് ആ കുഞ്ഞിനെ എടുത്തിട്ട് ആ കുഞ്ഞിനെ കുളിപ്പിച്ച് കഴുകി വൃത്തിയാക്കി വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് അതാ പുറത്തു നിൽക്കുന്ന ഈ സ്ത്രീയുടെ ബന്ധുക്കൾക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അതിനുശേഷം ബാങ്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, ഇഖാമത്ത് വിളിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ പ്രഭാഷണം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആ സമയത്ത് വിളിക്കപ്പെടുന്ന ബാങ്കിന് കാര്യമായിട്ട് അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഗുണം കിട്ടുമെന്ന് തോന്നുന്നില്ല, ലക്ഷ്യം നേടുമെന്ന് തോന്നുന്നില്ല. മക്കളെ, 2 വസ്തുക്കളാ മനുഷ്യന്റെ ശരീരത്തിൽ. ഈ ശരീരത്തിൽ നമുക്കറിയാം, ഈ ശരീരത്തെക്കാൾ പവറുള്ള ഒരു ശക്തി ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ ഇരിക്കുന്നവരൊക്കെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. അല്ലാഹ് 1000 രൂപ വിലപിടിപ്പുള്ള ഷർട്ട് പീസ് വാങ്ങിയിട്ട് തയ്ച്ചുകൊണ്ട് ഷർട്ട് ധരിച്ചവരുണ്ട്. അല്ലാഹ് 10,000-ന്റെയും ലക്ഷത്തിന്റെയും വാച്ച് വാങ്ങിക്കെട്ടുന്നവരുണ്ട്. 25,000-ന്റെ കോട്ട് വാങ്ങി ധരിക്കുന്നവരുണ്ട്. 50,000 60,000 രൂപ വിലപിടിപ്പുള്ള ബനാറസിന്റെ പട്ടുസാരി വാങ്ങി ധരിക്കുന്ന ഉമ്മമാരുണ്ട്. നല്ല നല്ല പർദ്ദകൾ വാങ്ങി അണിയുന്നവരുണ്ട്. 1000 വിലപിടിപ്പുള്ള ഷൂ ധരിക്കുന്നവരുണ്ട്. ഓരോരുത്തരും അവനവന്റെ സാമ്പത്തിക ശേഷി അനുസരിച്ച് വാങ്ങിക്കോളൂ, ധരിച്ചോളൂ, കൊടുത്തോളൂ, വിരോധമില്ല. പക്ഷേ അവനവന്റെ നഗ്നത മറക്കുന്നതിനപ്പുറം ആവശ്യത്തിനപ്പുറം, അതേ താമസിക്കാൻ വെയിലും മഴയും കൊള്ളാത്ത ഒരു വീട് താമസിക്കാൻ ആവശ്യമാണ്. അതിനപ്പുറം ചുറ്റടക്കാൻ ആവശ്യമായ ഭക്ഷണം ആവശ്യമാണ്. അതിനപ്പുറം ആര് കഴിക്കുന്നുവോ, ആര് നിർമ്മിക്കുന്നുവോ, ആര് വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്നുവോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാം, പടച്ച റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും. എവിടുന്ന് കിട്ടിയെന്ന് പറയേണ്ടി വരും, എങ്ങനെയൊക്കെ ചെലവഴിച്ചു എന്ന് പറയേണ്ടി വരും. ചുറ്റടക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച് ഹിസാബ് പറയേണ്ടി വരില്ല. നഗ്നത മറക്കുന്ന വസ്ത്രത്തെ കുറിച്ച് കണക്ക് പറയേണ്ടി വരില്ല. വെയിലും ചൂടും കൊള്ളാത്ത, മഴ കൊള്ളാത്ത, താമസിക്കാൻ പറ്റുന്ന കുടിലിനെ സംബന്ധിച്ച് റബ്ബിനോട് കണക്ക് പറയേണ്ടി വരില്ല. അല്ലാത്ത സർവത്തിനെ സംബന്ധിച്ചും പടച്ച റബ്ബിന്റെ മുമ്പില് വ്യക്തമായി കണക്ക് പറയും മുസ്ലിമേ. റബ്ബിനോട് ഹിസാബ് പറയേണ്ടി വരുന്നതാണ്. ഇരിക്കട്ടെ, ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങുമ്പോ, വിലപിടിപ്പുള്ള വാച്ച് വാങ്ങിക്കെട്ടുമ്പോ, വിലപിടിപ്പുള്ള ഷൂസ് വാങ്ങി ധരിക്കുമ്പോ, വിലയിടിപ്പുള്ള ചെരുപ്പ് ധരിക്കുമ്പോ, വിലയിടിപ്പുള്ള ആഭരണങ്ങള് 1000 ലക്ഷങ്ങളും 14 ലക്ഷങ്ങളും കോടികളും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ വാങ്ങി ധരിക്കുന്ന പെങ്ങള്, ഞാൻ ചോദിക്കുന്നു, ചിന്തിക്കാനാണ്, ഈ ആഭരണത്തിനാണോ കൂടുതൽ നിന്റെ അടുത്ത് സ്ഥാനമുള്ളത്, അതോ നിന്റെ ശരീരത്തിനോ? ഈ വസ്ത്രങ്ങൾക്കാണോ നിന്റെ അടുത്ത് കൂടുതൽ സ്ഥാനമുള്ളത്, ഈ വസ്ത്രത്തിന്റെ ഉള്ളിലുള്ള ശരീരത്തിനോ? ഈ ശരീരത്തിന്റെ സംരക്ഷണത്തിനാ നീ വസ്ത്രം ധരിച്ചത്, ഈ ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ നീ വസ്ത്രം ധരിച്ചത്. ഈ ശരീരത്തിന്റെ സൗന്ദര്യത്തിനും ഈ സൗകര്യത്തിനും ശരീരത്തിന്റെ നിലനിൽപ്പിനുമാണ് വസ്ത്രങ്ങളും പാർപ്പിടങ്ങളും എല്ലാം നീ ധരിക്കുന്നതും ഒരുമിച്ച് കൂട്ടുന്നതുമെങ്കിൽ ഇതിനൊക്കെ വലുത് നിന്റെ ശരീരമാ. ശരീരത്തിന്റെ അത്ര വില പിടിപ്പ് നിന്റെ വസ്ത്രങ്ങൾക്കില്ല, നിന്റെ വാച്ചിനില്ല, നിന്റെ സ്വർണങ്ങൾക്കില്ല. അല്ലാഹ് സ്വർണത്തിന്റെ സാരി
വാങ്ങിയിട്ട് കല്യാണം കഴിച്ചിരിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അല്ലാ, സ്വർണത്തിന്റെ ചെരുപ്പ് ധരിച്ച് മക്കളെ പുതുക്കമിറക്കിയിരിക്കുന്ന ആളുകൾ നിങ്ങളെ കാസർകോട്ട് ജില്ലയിലുണ്ട്. എത്രയെത്ര ആളുകളുണ്ട്, ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ അതിനേക്കാളൊക്കെ വിലപിടിപ്പുള്ളത് അതിന്റെ ഉള്ളിലുള്ള ശരീരത്തിനാണ്. ഈ വസ്ത്രത്തെക്കാൾ വിലയുള്ളത് ഈ വസ്ത്രത്തിന്റെ ഉള്ളിലുള്ള ശരീരത്തിനാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഈ ശരീരത്തിന്റെ വില എത്രയാണ്? ഈ ദുനിയാവിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു നമ്മുടെ ആരോഗ്യമുള്ള ശരീരമാണ്. ആരോഗ്യമുള്ള ശരീരത്തിന്റെ അത്ര വിലപിടിപ്പുള്ള ഒരു സാധനം ഈ ലോകത്ത് വേറെയില്ല. ഞാൻ ചോദിക്കുന്നു, സാമ്പത്തികമായി വലിയ പ്രയാസമുള്ള പലരും ഈ കൂട്ടത്തിലുണ്ടാകും. നിങ്ങൾ 2 കിഡ്നി വിൽക്കുമോ? ഒരു കണ്ണ് വിൽക്കുമോ? 10 ലക്ഷം തരാം, ഒരു കണ്ണ് നൽകുമോ? 25 ലക്ഷം തരാം, നിങ്ങൾ ഹാർട്ട് നൽകുമോ? അല്ലാ, 25 ലക്ഷം തന്നാൽ ഒരാളും അവന്റെ ഹാർട്ട് പകുത്തു കൊടുക്കുന്നതല്ല. 10 ലക്ഷം തന്നാൽ ഒരാളും തന്റെ കിഡ്നിയെ പകുത്തു കൊടുക്കുന്നതല്ല. അല്ലാ, ഒരു കണ്ണ് ചുഴ്ന്നു കൊടുക്കുന്നതല്ല. എത്ര വിലപിടിപ്പുള്ള മക്കളെ, എന്റെയും നിന്റെയും ശരീരത്തിലെ അവയവങ്ങൾക്ക് എത്ര കോടിക്കണക്കിന് വിലയുണ്ട്. ഇതൊക്കെ പടച്ച റബ്ബ് നമുക്ക് വെറുതെ തന്നതാണ്. എന്നാൽ ഞാൻ ചോദിക്കുന്നു, ഈ ശരീരത്തിന്റെ ഓരോ വസ്തുക്കൾക്കും എന്തൊരു വിലയാണ്. സുബ്ഹാനല്ലാഹ്. നീ നിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ എത്തി ഇശാ നിസ്കാരം കഴിഞ്ഞ് സദസ്സിലിരിക്കുമ്പോ എത്ര തവണ നിന്റെ വായിൽ ഉമിനീര് പൊടിഞ്ഞു, എത്ര തവണ നിന്റെ കണ്ണിൽ കണ്ണുനീരുണ്ട്. കണ്ണുനീരില്ലെങ്കിലോ നിന്റെ കണ്ണ് തുറക്കാൻ കഴിയില്ല. ഞാൻ ചോദിക്കുന്നു സഹോദരന്മാരെ, നന്നായിട്ട് ഹ്യൂമൻ ബോഡിയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളവരല്ലേ? നിങ്ങളെ കൈകളിലൊക്കെ മൊബൈലുകളില്ലേ, ക്യാമറകളില്ലേ? എത്ര സൗകര്യമുള്ള ഒരു ക്യാമറയാണെങ്കിലും ആ ക്യാമറയിൽ ഇങ്ങനെ ഫോട്ടോ പിടിക്കാൻ തുടങ്ങിയാൽ എത്ര ഫോട്ടോ പിടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും, അതിന് സ്പേസ് ഉണ്ടാകും. കുറെ അങ്ങ് പിടിക്കുമ്പോ ആ ക്യാമറക്കകത്തുള്ള ഫിലിമിന്റെ സ്പേസ് തീർന്നു പോകുകയില്ലേ? എത്ര വലിയ ക്യാമറയാണെങ്കിലും എത്ര ആധുനിക സൗകര്യമുള്ളതാണെങ്കിലും അതിനൊക്കെ ഒരു പരിധിയില്ലേ? എന്നാൽ പടച്ച റബ്ബ് എന്റെയും നിന്റെയും കണ്ണിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു ക്യാമറയുണ്ട്. ഈ ക്യാമറയിൽ നാം ഓരോന്നും ഫോട്ടോ എടുത്തിട്ട് ഇന്ന് വരെ സ്പേസ് തീർന്നുപോയി, അത് കൊള്ളുന്നില്ല എന്ന് പറയലുണ്ടോ? 115 വയസ്സ് ജീവിച്ച ആള് ആ ചെറുപ്പകാലം മുതൽക്ക് ഓരോന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയതാണ്, മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയതാണ്. പക്ഷേ ക്യാമറയിൽ ഇപ്പോഴും സ്പേസ് തീർന്നിട്ടില്ല. എന്തൊരത്ഭുതമാ ഈ കണ്ണാകുന്ന ക്യാമറ, എന്തൊരത്ഭുതമാ! പടച്ച റബ്ബ് സൃഷ്ടിച്ചതറിയുമോ? ഒരു മനുഷ്യന്റെ കണ്ണിനകത്ത് 10 ലക്ഷം ലെൻസുകൾ മടക്കി 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 ചുരുട്ടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തൊരത്ഭുതമാ! ഈ കണ്ണിങ്ങനെ തുറയ്ക്കണമെങ്കിൽ, ഈ കണ്ണിങ്ങനെ കാണണമെങ്കിൽ, ഈ കണ്ണിൽ വെളിച്ചം വേണമെങ്കിൽ ഈ കണ്ണിനകത്ത് കണ്ണുനീര് വേണം മോനെ. കണ്ണുനീരില്ലെങ്കിലോ നിന്റെ കണ്ണ് തുറക്കുകയില്ല, ഒന്നും കാണാൻ പറ്റില്ല. എന്റെ ഒരു സുഹൃത്താകുന്ന ഒരു സഖാഫി മഞ്ചേരിയിലെ 10 കൊല്ലം മുമ്പ് തന്റെ 2 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ഒരു പെൺകുട്ടിക്ക് പെട്ടെന്നങ്ങ് കണ്ണിന് കാഴ്ചയില്ലാതെയായി, അഥവാ കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല. അല്ലാഹ്
ഒരുപാട് ചികിത്സ നടത്തി കേരളത്തിൽ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ചികിത്സിച്ചു. പക്ഷേ ഭേദം കിട്ടിയില്ല, സുഖപ്പെട്ടില്ല. അവസാനം അതേ തമിഴ്നാട്ടിലെ മധുരയിലെ കണ്ണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അതിവിദഗ്ധരായ ഡോക്ടർമാർ ഒരുമിച്ച് കൂടിയിട്ട് പരിശോധന നടത്തിയിട്ട് കണ്ടെത്തിയത് ഈ പെൺകൊച്ചിന്റെ കണ്ണിലെ കണ്ണുനീര് വറ്റിപ്പോയതാ. ഈ കണ്ണുനീര് വറ്റിയത് കൊണ്ടാണ് ഈ പെണ്ണിന് കാഴ്ച കിട്ടാത്തത്, ഈ കുഞ്ഞ് കണ്ണു തുറക്കാത്തത്. മോനെ, നമുക്ക് വല്ല പവറുണ്ടല്ലേ, നല്ല ശക്തിയുണ്ടല്ലേ, എന്തും നമുക്ക് കാണാൻ പറ്റുമല്ലേ, കണ്ണിന് ലിമിറ്റില്ലല്ലേ, എന്തും കാണുന്നതിന് തടസ്സമില്ലല്ലേ. 24 മണിക്കൂറും മൊബൈൽ ഓൺ ചെയ്ത് വെച്ചിട്ട് ഫേസ്ബുക്കും വാട്സപ്പും തുറന്നു വെച്ചിട്ട് യൂട്യൂബിലും മറ്റും നഗ്നചിത്രങ്ങളും വേണ്ടാത്തതും കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന മുസ്ലിമേ, നിന്റെ കണ്ണിൽ കണ്ണുനീര് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ നാഥനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിമിഷ നേരമെങ്ങാനും നിന്റെ കണ്ണിലെ കണ്ണുനീരങ്ങ് വറ്റിപ്പോയാൽ ആരാ നിനക്കൊരു തുള്ളി കണ്ണുനീര് തരുന്നത്? ഏത് ഫാക്ടറിയിൽ നിന്നാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? നിങ്ങൾ കണ്ണിലെ കണ്ണുനീര് വറ്റിപ്പോയാൽ ഇമാം നബി റഹ്മത്തുള്ളാഹി എഴുതി വെക്കുന്നത് കാണാം. സൂറത്തുൽ മുൽക്കിൽ പടച്ച റബ്ബ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഖുൽ ഇന്നസ്മഅമാഉകും ഗൗറാ, നിങ്ങളെ ജലാശയങ്ങളിലെ, കിണറുകളിലെ, കുളങ്ങളിലെ, കായലുകളിലെ, ജലസ്രോതസ്സുകളിലെ ഈ നീരുറവകളൊക്കെ വറ്റി വരണ്ടു പോയാൽ ഫമയ്യതീകും ബിമാഇൻ മഈൻ, ആരാ നിങ്ങൾക്ക് ജലം തരുന്നത്, ആരാ നിങ്ങൾക്ക് വെള്ളം തരുന്നത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ഒരു ധിക്കാരിയായ മനുഷ്യൻ പറഞ്ഞു അത്രേ, ഞങ്ങൾ പിക്കാസ് എടുത്ത് കൊത്തിക്കളച്ചിട്ട് ഞങ്ങളെ വെള്ളം കണ്ടെത്തുന്നതാ. പറഞ്ഞു തീരുമ്പോഴേക്ക് കണ്ണിലെ കണ്ണുനീര് വറ്റിപ്പോയി. ഏത് പിക്കാസ് കൊണ്ട് കളക്കും, എങ്ങനെ കളക്കും മോനെ? ഈ ദുനിയാവ് മുഴുവനും നിന്റേതാണെന്ന് സങ്കല്പിച്ചോ. ഒരു തുള്ളി കണ്ണുനീര് നിർമ്മിക്കാൻ കഴിയില്ല, സൃഷ്ടിക്കാൻ കഴിയില്ല. നിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കാൻ കഴിയില്ല. അതേപോലെ നിന്റെ വായിൽ ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന ഉമിനീരുണ്ടല്ലോ, ഉമിനീരില്ലെങ്കിലോ മോനെ നിന്റെ ഭക്ഷണത്തിന്റെ രുചി അറിയില്ല, കഴിക്കുന്ന ഭക്ഷണം ദഹിക്കില്ല, നിന്റെ നാവ് ചലിക്കുകയില്ല. എന്തൊരു വാചാലനാണ്, എന്തൊരു ശബ്ദമാണ്, എന്തൊരു സംസാരമാണ് എന്നൊക്കെ പറയാറില്ലേ? എത്ര വലിയ നാവ് നിനക്കുണ്ടെങ്കിലും, വാചാലതയുണ്ടെങ്കിലും, നിനക്കൊരക്ഷരം മിണ്ടണമെങ്കിൽ, ഒരക്ഷരം ഉരിയാടണമെങ്കിൽ, തുറക്കണമെങ്കിലോ നിന്റെ നാവിനകത്ത് ഉമിനീര് വേണം മോനെ. ഈ ഉമിനീരങ്ങ് വറ്റിപ്പോയാൽ ആരാ നിനക്ക് ഉമിനീര് നൽകുന്നത്? ഇല്ല, സാധ്യമല്ല. ഈ ദുനിയാവ് മുഴുവനും നിന്റേതാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടീമിനീര് നിർമ്മിക്കാൻ കഴിയില്ല. സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ പറയുമ്പോ, ഒരു അൽഹംദുലില്ലാഹ് പറയാൻ പറയുമ്പോ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറയുമ്പോ, സൃഷ്ടിച്ച റബ്ബിന്റെ വചനമാകുന്ന കലാം ഒന്ന് വായിക്കാൻ പറയുമ്പോ, എന്തെങ്കിലും നല്ലത് പറയാൻ പറയുമ്പോ, ആവശ്യമില്ലാത്തത് പറയരുത്, തെറി പറയരുത്, ചീത്ത പറയരുത്, കുറ്റം പറയരുത്, ആക്ഷേപിക്കരുത്, അശ്ലീലങ്ങൾ പറയരുത്, തോന്നിവാസങ്ങൾ പറയരുത്, സംസാരം അധികരിപ്പിക്കരുത്, പെങ്ങളെ നിന്റെ സംസാരം അധികരിപ്പിക്കരുത് എന്നൊക്കെ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും പറയുമ്പോ, സംസാരിച്ചാൽ എന്താ, ചീത്ത പറഞ്ഞാൽ എന്താ, കളവ് പറഞ്ഞാൽ എന്താ, കുറ്റം പറഞ്ഞാൽ എന്താ, ചിന്തിക്കുന്നവരില്ലേ? ഈ ഉമിനീരങ്ങ് വറ്റിപ്പോയാൽ ഇല്ല ഇല്ല, ലോകത്തിന് സാധ്യമല്ല. അത്രയും വിലപിടിപ്പുള്ള വസ്തുവാണ് നിന്റെ ഈ ശരീരവും, ഈ ശരീരത്തിലെ ആരോഗ്യവും മോനെ. അത്ര വിലപിടിപ്പുള്ളൊരു സാധനം ഈ ഭൂമിയിൽ വേറെയില്ല.
ഈ ആരോഗ്യമുള്ള ശരീരം നിലനിൽക്കണമെങ്കിൽ, ഈ കിഡ്നി പ്രവർത്തിക്കണമെങ്കിൽ, ഈ ആർട്ട് പ്രമിടിക്കണമെങ്കിൽ, നിന്റെ കണ്ണിന് കാഴ്ച വേണമെങ്കിൽ, നാവിന് സംസാര ശേഷി വേണമെങ്കിൽ, നിന്റെ കൈകാലുകൾ ചലിക്കണമെങ്കിൽ, നിന്റെ ശരീരത്തിൽ ബ്ലഡുകൾ ഇങ്ങനെ സർക്കുലേഷൻ ചെയ്യണമെങ്കിൽ, ബ്ലഡ് ഓടണമെങ്കിൽ, നിന്റെ ശരീരത്തിന് ചൂട് വേണമെങ്കിൽ, നിന്റെ ശരീരം പ്രതിരോധിക്കണമെങ്കിൽ, മോനെ മറന്നു പോകല്ല, ചിന്തിക്കാതിരിക്കല്ല. നിന്റെ ശരീരത്തിൽ ഒരു ക്യാമറയിലും പതിയാത്ത, ഒരു എക്സ്റേയിലും തെളിയാത്ത, ഒരു സ്കാൻ ചെയ്താലും കിട്ടാത്ത, ഒരു പരിശോധനയിലും കിട്ടാത്ത ആത്മാവ് എന്ന് പറഞ്ഞൊരു സാധനം നിന്റെ ശരീരത്തിലുണ്ട്. ഈ ആത്മാവ് ഇല്ലെങ്കിലോ ഈ കണ്ണെന്തിനാ, ഈ കിഡ്നി എന്തിനാ, ഈ ഹാർട്ട് എന്തിനാ, ഈ കൈകൾ എന്തിനാ, ഈ ശരീരം എന്തിനാ? വേണ്ട വേണ്ട. അതാ 1-2 കൊല്ലം ജിമ്മിന് പോയിട്ട് നിന്റെ മസിൽ നല്ല പവറാ, ശരീരം നല്ല ഫിറ്റാ, ആരോടും എന്തിനും നിനക്ക് കഴിവുണ്ട്. ആരെയും നേരിടാൻ, ആരെയും ഒതുക്കിക്കളയാൻ, ആരെയും പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന ഹുങ്കാരത്തോടുകൂടി നിൽക്കുന്ന മുസ്ലിമേ, നിന്റെ ശരീരത്തിൽ ക്യാമറയിൽ പതിയാത്ത, സ്കാനിങ്ങിൽ കിട്ടാത്ത, എക്സ്റേയിൽ കിട്ടാത്ത, ഒരിക്കലും ലാബിൽ വെച്ച് പരിശോധിച്ചാൽ അറിയാത്ത ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവ് ശരീരത്തിൽ പ്രവഹിക്കുമ്പോൾ മാത്രമാ നിന്റെ കിഡ്നികൾ പ്രവർത്തിക്കുന്നത്, നിന്റെ ഹാർട്ടുകൾ പ്രവർത്തിക്കുന്നത്, നിന്റെ കണ്ണുകൾ പ്രവർത്തിക്കുന്നത്, നിന്റെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത്, നിന്റെ ബ്ലഡുകൾ സർക്കുലേഷൻ നടത്തുന്നത്. ഇല്ലയോ മോനെ? സത്യമല്ല മോനെ. ഇന്ത്യയിൽ ആർക്കെങ്കിലും ഇത് അഭിപ്രായമുണ്ടോ? നിരീശ്വരവാദികൾക്ക് തർക്കമുണ്ടോ? യുക്തിവാദികൾക്ക് തർക്കമുണ്ടോ? ഇതര മതത്തിൽപ്പെട്ടവർക്ക് തർക്കമുണ്ടോ? ഇല്ല ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ആത്മാവ് ശരീരത്തിൽ ഇങ്ങനെ വേണം. എന്നാ പിന്നെ ആത്മാവിനെ കാണാൻ, അത് കാണാൻ പറ്റില്ല. അത് നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ ഒന്ന് കീഴടക്കാൻ പറ്റുമോ? ഇല്ല. പിടിച്ചു വെക്കാൻ പറ്റില്ല. ഖുർആൻ അന്നും ഇന്നും വെല്ലുവിളിക്കുന്നു, പിടിച്ചു വെക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഈ ആത്മാവിനെ കുറഞ്ഞ സമയത്തേക്കൊന്ന് പിടിച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ. നിങ്ങൾ മറ്റൊരാളെ കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്നവരാണ്. നിങ്ങളുടെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലല്ല. നിങ്ങൾക്കൊന്നിനും കഴിയില്ല. ഒരു സ്വാധീനവും നിങ്ങൾക്കില്ല, ഒരു ശക്തിയുമില്ല. ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ഈ ആത്മാവിനൊന്ന് മടക്കി വിളിച്ചോളൂ. കുറഞ്ഞ സമയത്തേക്ക് സാധ്യമല്ല. എന്നാൽ ആത്മാവില്ലെങ്കിൽ ഈ ശരീരം ഒന്നിനും കൊള്ളില്ല. മറക്കരുത്. ശരീരത്തിനാണോ വില, ആത്മാവിനാണോ? ശരീരത്തിനാണോ വില, ആത്മാവിനാണോ? ആത്മാവിനാണ് വിലയുള്ളത് ശരീരത്തെക്കാൾ. ശരീരത്തിനാണ് വിലയുള്ളത് ശരീരത്തിനുള്ള വസ്ത്രത്തെക്കാൾ. വസ്ത്രത്തെക്കാൾ ശരീരത്തിന് എത്ര കണ്ട് വിലയുണ്ട്? അതിനോട് സമാനമായി ഈ ശരീരത്തെക്കാൾ ശരീരത്തിലുള്ള ആത്മാവിന് വിലയുണ്ട്. എന്നാൽ ഈ ശരീരത്തിന് നമ്മൾ ആഹാരങ്ങൾ നൽകണം, ഭക്ഷണം നൽകണം, പാനീയം നൽകണം. എങ്കിൽ അതേപോലെ ഈ ആത്മാവിനും ചില ഭക്ഷണം നൽകേണ്ടതുണ്ട്, ആത്മാവിന് ആഹാരം നൽകേണ്ടതുണ്ട്, ആത്മാവിനെ പോഷിപ്പിക്കേണ്ടതുണ്ട്, ആത്മാവിനെ നമ്മൾ തെളിയിക്കേണ്ടതുണ്ട്. ആത്മാവിന് നൽകുന്ന ഭക്ഷണമാണ് അല്ലാഹുവിന്റെ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങള്, അള്ളാഹിനെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങള്, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങള്. ഇതിനാണ് മോനെ പ്രസവിച്ചപ്പെട്ട കുഞ്ഞിന്റെ കാതിൽ ആദ്യം കേൾപ്പിക്കേണ്ടത് ആത്മാവിന്റെ ഭക്ഷണമാണ്.
ആത്മാവിന്റെ ഭക്ഷണം അതിന് നൽകണം. അത് ആദ്യമേ നൽകണം. എങ്കിലേ ഈ ആത്മാവിന് അല്ലാഹുവിനെ കുറിച്ച് ചിന്തയുണ്ടാവൂ, അല്ലാഹുവിനെ കുറിച്ച് സ്മരണയുണ്ടാവൂ. മോനെ, അതുകൊണ്ട് ആത്മാവിന് ചിന്ത വരുത്തുന്നത്, ആത്മാവിനെ പോഷിപ്പിക്കുന്നത്, ആത്മാവിനെ വളർത്തുന്നത് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകളാണ്. അതിന് ഉതകുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണേ. അത് കേൾക്കാതിരുന്നാൽ ഒരാൾ നിറഞ്ഞ പണ്ഡിതനാണ്, നല്ലപോലെ വിവരമുള്ളവനാണ്, പക്ഷേ എന്നാലും അവൻ കേൾക്കണം, അള്ളാന്റെ ഖുർആൻ കേൾക്കണം, മുത്തുനബിയുടെ ഹദീസുകൾ കേൾക്കണം, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ കേൾക്കണം. അത് കേൾക്കുമ്പോൾ മാത്രമാണ് ഈ ആത്മാവിന് വളർച്ച കിട്ടുന്നത്, ആത്മാവ് ശോഭിക്കുന്നത്. അതിനുതകുന്ന കാര്യങ്ങളാണ് ഈ ദുനിയാവിലെപ്പോഴും നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, എല്ലായ്പ്പോഴും ഈ ഒരു ചിന്ത നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നാം പലതും ചെയ്തു പോകുന്നത്, പല കാര്യങ്ങളും മറന്നു പോകുന്നത്. എത്ര വഅദ് കേട്ടാലും നമുക്ക് മാറ്റമില്ലല്ലോ, എത്ര പ്രഭാഷണങ്ങൾ കേട്ടാലും നമുക്ക് മാറ്റമില്ലല്ലോ. എന്തേ? ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് പിരിയുന്നതിനെ കുറിച്ച്